ഈ ചൂട് സമയത്തേക്ക് പറ്റിയ ഒരു ഫേഷ്യൽ നോക്കിയാലോ? കാരണം നമുക്ക് ചൂടത്ത് പുറത്ത് പോയിട്ട് വന്നാൽ നമ്മൾ എത്ര സൺസ്ക്രീൻ ഇട്ടാലും ശരി, നമുക്ക് പുറത്ത് പോയി വന്നു കഴിഞ്ഞാൽ ആകെ ഡള്ളാണ് അല്ലേ? ഡള്ള് മാത്രമല്ല, നമ്മൾ ഭയങ്കരമായിട്ട് ടാൻ അടിക്കുന്നതും അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ സ്കിൻ കരുവാളിച്ച് പോവുക, അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മളുടെ സ്കിൻ കെയറിൻ്റെ കൂടെ നമ്മൾ ഇതുപോലത്തെ ഒരു വീട്ടിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഹോംലി ആയിട്ടുള്ള ഹോം കെയർ അതൊക്കെ ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര റിസൾട്ടായിരിക്കും. ഇന്ന് ഞാനൊരു ഫേഷ്യൽ ട്രീറ്റ്മെൻറ്റായിട്ട് തന്നെയാണെന്ന് പറഞ്ഞു തരുന്നത്. ഇതെന്തായാലും എല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വെൽക്കം ബാക്ക് ടു നിപ്സ് ബൈ ഷാന ബ്യൂട്ടി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നൊരു സമ്മറിന് വേണ്ടി മാത്രമായിട്ട്, അതേ സമ്മർ ഗ്ലോ ഫേഷ്യലാണ് നമ്മളിന്ന് നോക്കാൻ വേണ്ടി പോകുന്നത്. നമുക്കറിയാം ഫേഷ്യൽ ചെയ്യാൻ എല്ലാവർക്കും ഇഷ്ടമാണ്, പാർലറിൽ പോകാൻ പക്ഷേ സമയം കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഭയങ്കര എക്സ്പെൻസീവാണ്, അങ്ങനെയൊക്കെ വിഷമമുള്ളവർക്കൊക്കെ ഇന്നത്തെ ഫേഷ്യൽ ഭയങ്കര റിസൾട്ടായിരിക്കും. കാരണം ഇതിനകത്ത് ഡീറ്റാൻ എല്ലാം കൂടെ വരുന്ന ഒരു ഫേഷ്യൽ ട്രീറ്റ്മെൻറ്റാണ് എന്ന് പറഞ്ഞു തരുന്നത്. അപ്പോൾ ടൈം ഇല്ലാത്തവർ നമുക്കൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ടൈം ഉണ്ടാക്കുക. അപ്പം നമ്മളുടെ സ്കിന്നിൽ ഇതുപോലെ ഇപ്പോൾ ഡെയിലി ബേസിൽ ഇപ്പോൾ ചൂടത്ത് പുറത്ത് പോകുന്നവർ അല്ലെങ്കിൽ ഓഫീസിലൊക്കെ പോകുന്നവർക്കൊക്കെ നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഇതൊരു ടൈം കണ്ടെത്തി ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മളുടെ സ്കിന്നിൻ്റെ ടാനും കാര്യങ്ങളൊക്കെ നല്ലപോലെ മാറി നല്ലപോലെ ഗ്ലോ കിട്ടും കേട്ടോ. കാരണം ഇപ്രാവശ്യം നമുക്ക് എല്ലാ പ്രാവശ്യവും ഈ സമ്മർ ടൈം ഇങ്ങനെ തന്നെയാണ്, നല്ല ചൂടും നല്ല പ്രശ്നമൊക്കെയാണ്. അപ്പോൾ നമുക്ക് ഓരോ പ്രാവശ്യം തോന്നും പ്രാവശ്യം ഭയങ്കര ചൂട് കൂടുതലാണെന്നൊക്കെ തോന്നാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് നമ്മളുടെ സ്കിന്നിനെയാണ്. അതും നമ്മളുടെ ഫേസ് എന്ന് പറയുന്നത് നമ്മളുടെ ബോഡിയിൽ തന്നെ ഏറ്റവും സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. അപ്പം അത് നല്ലപോലെ പുറത്ത് പോകുമ്പോൾ എപ്പോഴും നിങ്ങൾ സൺസ്ക്രീൻ കറക്റ്റായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക, ഫേസ് നന്നായിട്ട് കവർ ചെയ്യുക. പറ്റുമെങ്കിൽ നമ്മൾ ഷോളൊക്കെ വെച്ച് ഫേസ് കവർ ചെയ്ത് പോവുക, കണ്ണ് മാത്രം കാണുന്ന രീതിയിൽ പുറത്ത് പോവുക, അല്ലെങ്കിൽ ഒരു അംബ്രല്ല കുടയെടുക്കുക. ഇതെല്ലാം നമ്മൾ നിർബന്ധമായിട്ടും ചെയ്യേണ്ട കാര്യമാണ്. ഒരു കാരണവശാലും ഡയറക്റ്റായിട്ട് സൺലൈറ്റ് നമ്മളുടെ സ്കിന്നിലേക്ക് തട്ടാത്ത രീതിയിൽ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. അപ്പം അത് ചെയ്യുക, അതിൻ്റെ കൂടെ സ്കിൻ കെയർ കറക്റ്റായിട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇന്ന് നമ്മൾ ഫേഷ്യലിനെ കുറിച്ച് നമുക്ക് നോക്കാം. ഫേഷ്യൽ ചെയ്യാൻ ഇഷ്ടമാണല്ലോ അല്ലേ? അപ്പോൾ അങ്ങനെയുള്ളവർ പൈസ കൊടുത്ത് ഒരുപാട് എക്സ്പെൻസീവായിട്ടുള്ള ഫേഷ്യൽ ചെയ്യാൻ പറ്റാത്തവരൊക്കെ അതിൻ്റെ ആവശ്യമില്ല കേട്ടോ. നമുക്കിതുപോലത്തെ കാര്യങ്ങൾ വീട്ടിൽ തന്നെ ചെയ്താൽ മതി. സെയിം റിസൾട്ട് എന്നല്ല, അതിനേക്കാളും റിസൾട്ട് നമുക്ക് കിട്ടും എന്നുള്ളതാണ്. വലിയ ഒരുപാട് കാര്യങ്ങളൊന്നുമില്ല, അതിൽ ചെറിയ കാര്യങ്ങളൊക്കെ ഉള്ളൂ. വീട്ടിൽ നിസ്സാരമായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഞാനിതിന് മുമ്പും കുറേ പാക്കുകളൊക്കെ പറഞ്ഞു തന്നിട്ട് ഞാൻ എല്ലാ വീഡിയോസിലും പറയാറുണ്ട്. ഞാൻ പറഞ്ഞു തന്നത് എല്ലാവരും തന്നെ മിക്ക ആൾക്കാരും ഇത് ട്രൈ ചെയ്യുന്നുണ്ട് കേട്ടോ. അതെനിക്ക് ഭയങ്കര സന്തോഷമാണ്. ട്രൈ ചെയ്യുന്നുണ്ട്, ഭയങ്കര റിസൾട്ടാണ് എന്ന് എന്നെ അറിയിക്കുന്നുമുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു കോൺഫിഡൻസാണ് നമുക്ക് അപ്പോൾ ഇനിയും ബെറ്ററായിട്ട് പറഞ്ഞു തരണം എന്നുള്ളൊരു ആഗ്രഹമാണ്. അപ്പോൾ ഞാൻ ഓരോ വീഡിയോസിലും ഞാൻ അത്രയും ബെറ്ററാക്കിക്കൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അത്രയും റിസൾട്ടാണ് എന്ന് ഉറപ്പ് വരുത്തി തന്നെയാണ് ഞാൻ ഓരോ കാര്യങ്ങളും പറയുന്നത്. അപ്പോൾ ടെൻഷനൊന്നും വേണ്ട, ഇതിൽ റിസൾട്ട് ഉണ്ടാവുമോ വെറുതെ ചെയ്യണോ അങ്ങനെയല്ല, ഇതെന്തായാലും ചെയ്യണം. അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് നമ്മളുടെ ഫേസ് നന്നായിട്ട് എപ്പോഴും ഇതുപോലത്തെ ട്രീറ്റ്മെൻറ്റ് എടുക്കുമ്പോൾ സമയം ഞാൻ പറഞ്ഞുതരാം. ഒരു ഈവനിങ് ടൈമിൽ നമ്മളിത് ചെയ്യുന്നതാണ് നല്ലത് കേട്ടോ. ഉച്ച സമയത്തൊന്നും ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ രാവിലെ വൈകിട്ട് സമയം എപ്പോഴും നല്ലതാണ്. നമ്മളുടെ സ്കിൻ ട്രീറ്റ്മെൻറ്റ്സിന് എല്ലാത്തിനും നല്ലത് ഒരു ഈവനിങ്ങിലാണ് നമ്മൾ ചെയ്യുന്നത്, ബെറ്റർ ആയിരിക്കും. അപ്പോൾ വൈകിട്ട് ഒരു 5 മണിക്ക് ശേഷം, ഒരു 6 മണിയോട് കൂടി, അല്ലെങ്കിൽ വൈകിട്ട് ഒരു 5 മണിക്ക് ശേഷമൊക്കെ നമ്മൾ ഇരിക്കുമ്പോൾ ആ ഒരു ടൈമിൽ ഇത് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഫേസ് നന്നായിട്ട് ക്ലെൻസ് ചെയ്യണം. അപ്പോൾ ക്ലെൻസ് ചെയ്യാനായിട്ട് നമ്മൾ ഇവിടെ എടുക്കേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് തൈര് എടുക്കുക, അതിലേക്ക് കുറച്ച് നമ്മൾ കസ്തൂരി മഞ്ഞൾ എടുക്കുക. കസ്തൂരി മഞ്ഞൾ അതായത് കുറച്ച് എടുത്താൽ മതി, അതായത് ഒരു 1/4 ടീസ്പൂൺ ആ ഒരു രീതിയിൽ എടുക്കുക. ഒരു സ്പൂൺ തൈര് എടുക്കുമ്പോൾ ഒരു 1/4 ടീസ്പൂൺ നമ്മൾ കസ്തൂരി മഞ്ഞൾ ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് നല്ലപോലെ മിക്സ് ചെയ്യുക. ഫസ്റ്റ് ഇത് രണ്ടും കൂടെ, ഈ കൂട്ട് രണ്ടും കൂടെ നല്ല രീതിയിൽ മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം ഫേസ് നന്നായിട്ട് മസാജ് ചെയ്യാം. നല്ലപോലെ ഫേസിൽ അപ്ലൈ ചെയ്ത് നല്ല രീതിയിൽ മസാജ് കൊടുക്കുക കേട്ടോ. എപ്പോഴും ഞാൻ മസാജ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇങ്ങനെയായിരിക്കണം നമ്മൾ മസാജ് ചെയ്യേണ്ടത്. സ്കിന്നിനെ ഒരിക്കലും താഴേക്ക് കൊണ്ടുവരരുത്, മേളിലായിട്ട് വേണം ചെയ്യാൻ. നമ്മളെപ്പോഴും ഫോർഹെഡ് ഏരിയ, നോസ് ഏരിയ, അതുപോലെ തന്നെ നമ്മുടെ ലിപ്പിൻ്റെ ചുറ്റും ഇതെല്ലാം നമ്മൾ ഫോക്കസ് ചെയ്ത് വേണം നമ്മൾ മസാജ് ചെയ്യാനായിട്ട്. അപ്പോൾ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. ഒരു 3 to 5 മിനിറ്റ്സ് ടൈം എടുത്ത് ചെയ്താൽ മതി. പെട്ടെന്ന് തേച്ച് കഴുകിയിട്ട് പോകരുത്. അതുപോലെ തന്നെ ഫേസിനെ ഒരു കാരണവശാലും ഇനി നിങ്ങൾ ഇത് മാത്രമല്ല, നമ്മൾ ക്ലെൻസിങ്ങിനായിട്ട് നിങ്ങൾ സോപ്പോ മറ്റേ ക്ലെൻസറൊക്കെ ഉപയോഗിക്കുമ്പോഴും എപ്പോഴും ശ്രദ്ധിക്കുക. ഞാൻ എൻ്റെ സ്കിൻ കെയറിൽ വരുന്നവർക്കെല്ലാം തന്നെ പറഞ്ഞു കൊടുക്കാറുണ്ട്. അതല്ലാത്തവരുടെ കാര്യം പറയുവാണ്, ഒരിക്കലും ഇങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ഉരയ്ക്കാൻ പാടില്ല. എപ്പോഴും
മൈൽഡായിട്ട്, അതായത് ഭയങ്കര സോഫ്റ്റായിട്ട് ഒരു ജെൻറ്റിൽ മസാജ് കൊടുക്കുക. ഇങ്ങനെ നോർമലായിട്ട് വളരെ സോഫ്റ്റായിട്ട് ചെയ്യാൻ പാടുള്ളൂ. ഭയങ്കര ഹാർഷായിട്ട് ഭയങ്കര ഹാർഡായിട്ടൊന്നും സ്കിന്നിനെ ഒരിച്ചൊന്നും കഴുകരുത് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഈ തൈരും കസ്തൂരി മഞ്ഞളും കൂടെ മിക്സ് ചെയ്തിട്ട് നല്ലതുപോലെ അപ്ലൈ ചെയ്ത് നന്നായിട്ട് മസാജ് ചെയ്യുക. ഒരു 5 മിനിറ്റ്സ് ടൈം എടുത്ത് നന്നായിട്ട് മസാജ് ചെയ്യുക. അതിനുശേഷം ഇതൊന്ന് വാഷ് ഔട്ട് ചെയ്യുക. അല്ലെങ്കിൽ നല്ല വൃത്തിയുള്ള ക്ലോത്ത് വെള്ളത്തിൽ നനച്ച് പിഴിഞ്ഞിട്ട് തുടച്ച് നന്നായിട്ട് വൃത്തിയാക്കുക. ഇത് നമ്മളെ ഫേസിൽ മാത്രമല്ല കേട്ടോ, നമ്മുടെ കയ്യിലൊക്കെ നല്ലപോലെ ടാൻ അടിക്കുമല്ലോ, അപ്പോൾ കയ്യിലൊക്കെ നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് ഇതും അതുപോലെ തന്നെ ഒരു 5 മിനിറ്റ്സ് നന്നായിട്ട് മസാജ് ചെയ്തിട്ട് വാഷ് ചെയ്യാം. കയ്യിലൊക്കെ ആണെങ്കിൽ ഇതുപോലെ ഒന്ന് നല്ല വൃത്തിയുള്ള തുണി നല്ലപോലെ നനച്ച് പിഴിഞ്ഞ് അതൊന്ന് കൈയൊക്കെ ഒന്ന് തുടയ്ക്കാം. കഴുത്തിലാണെങ്കിൽ കഴുത്ത്, ഇതെല്ലാം അവിടെയും അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ. അതായത് ഫേസിൽ മാത്രമല്ല എന്നാണ് ഞാൻ എടുത്ത് പറയുന്നത്. അപ്പോൾ അത് ചെയ്യുക. അതിനുശേഷം നമ്മളിപ്പം ജസ്റ്റ് ഒന്ന് സ്റ്റീം കൊടുക്കുന്നത് നല്ല. ഇപ്പോൾ നമ്മൾ ക്ലെൻസിങ് ആണ് ചെയ്തത്, അതിനുശേഷം ഒന്ന് സ്റ്റീമർ യൂസ് ചെയ്യുക. ഫേസിന് ഒരു എക്സ്ഫോലിയേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ സ്റ്റീമർ യൂസ് ചെയ്തിട്ട് നമ്മളുടെ ഓട്സ് പൗഡർ വെച്ചിട്ട് ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുത്താൽ, ഞാൻ ഇതിന് മുമ്പത്തെ ഒരു ഇതിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, സ്ക്രബ് ചെയ്ത് കൊടുത്താൽ അത് മറ്റേ ഓട്സിൽ നമ്മൾ ജസ്റ്റ് വെള്ളം ഒഴിച്ചാലും മതി, പ്ലെയിൻ വാട്ടർ ആണെങ്കിലും മതി, ജസ്റ്റ് ഒന്ന് പേസ്റ്റ് പോലെ ആക്കിയിട്ട് ആദ്യം സ്റ്റീം ചെയ്യുക കേട്ടോ. സ്റ്റീം കൊടുത്തതിന് ശേഷം സ്ക്രബ് ചെയ്ത് കൊടുക്കുക. സ്റ്റീം അറിയാലോ, വീട്ടിൽ നമ്മൾ പനി വന്നാലൊക്കെ ഉപയോഗിക്കുന്നതാണെങ്കിലും മതി, അല്ലെങ്കിൽ ഫേസ് സ്റ്റീമറായിട്ട് നമുക്ക് വേറെയും കിട്ടും. അതല്ലെങ്കിൽ വീട്ടിൽ നമ്മൾ യൂസ് ചെയ്യുന്ന നോർമൽ സ്റ്റീമറും മതി കേട്ടോ. അപ്പോൾ അത് ഫേസിലേക്ക് കുറച്ച് സമയം എടുക്കുക, ഒരു 3 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് ആ ഒരു ടൈം വരെ എടുക്കുമ്പോൾ എക്സ്ഫോലിയേഷൻ സംഭവിക്കും. നമ്മളുടെ സ്കിന്നിൻ്റെ പോർസസ് എല്ലാം ഓപ്പണായിട്ട് ഡെഡ് സെൽസ് എല്ലാം തന്നെ പുറത്ത് വരും. അപ്പോൾ അത് ഭയങ്കരമായിട്ട് നമുക്ക് സ്കിൻ ക്ലിയറായി വരാൻ ഹെൽപ്പ് ചെയ്യും. സ്റ്റീം പിന്നെ ആഴ്ചയിൽ 2 പ്രാവശ്യം എടുക്കേണ്ട, ആഴ്ചയിൽ 1 പ്രാവശ്യം എടുത്താൽ മതി കേട്ടോ. എപ്പോഴെപ്പോഴും ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെ 1 ടൈം എടുക്കുക. സ്റ്റീം കൊടുത്തതിന് ശേഷം നമുക്കിതുപോലെ സ്ക്രബ് ചെയ്ത് കൊടുക്കുക. ഓട്സ് പൗഡർ വെച്ചിട്ട് നമുക്കൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതും ഒരു 3 to 5 മിനിറ്റ്സ് ടൈം എടുത്ത് ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതും നമുക്കൊന്ന് വാഷ് ഔട്ട് ചെയ്ത് കളയാം. അപ്പോൾ ആദ്യം ക്ലെൻസ് ചെയ്തു, പിന്നെ നമ്മൾ സ്റ്റീം കൊടുത്തു, ദെൻ സ്ക്രബ് ചെയ്തു. അതിനുശേഷം ഇനിയാണ് നമ്മൾ പാക്കിലേക്ക് പോകുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മളുടെ പ്ലെയിൻ വാട്ടർ ഉണ്ടല്ലോ, നോർമൽ വാട്ടർ, അത് കുറച്ച് എടുത്തിട്ട് കൈ വെച്ച് ജസ്റ്റ് ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഫേസിൽ ജസ്റ്റ് ഒരു 30 സെക്കൻഡെങ്കിലും വെയിറ്റ് ചെയ്യുക. 30 സെക്കൻഡ് to 1 മിനിറ്റ് ജസ്റ്റ് ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷമാണ് നമ്മളിനി നമ്മളുടെ പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ പലവരുടെയും ഒരു സംശയം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇത് ചെയ്യുമ്പോൾ പ്രോപ്പർ സ്കിൻ കെയർ ഒന്നും ഇല്ലെങ്കിലും നമ്മൾ ഇതുപോലത്തെ പാക്കുകൾ അല്ലെങ്കിൽ ഇതുപോലത്തെ ട്രീറ്റ്മെൻറ്റുകൾ, ഇതുപോലത്തെ ഫേഷ്യൽ ട്രീറ്റ്മെൻറ്റ് ആയിക്കോട്ടെ, ഇതൊക്കെ ചെയ്താൽ മതിയോ, ഇതാണോ സ്കിൻ കെയർ എന്ന് ചോദിക്കുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ. അപ്പം അവർ അറിയാൻ വേണ്ടി പറയുവാണ്, സ്കിൻ കെയർ വേറെ, ഇത് വേറെ. ഇത് നമ്മൾ, ഞാൻ വീണ്ടും പറയാണ്, നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ അതിൽ നിന്ന് കിട്ടാത്ത കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ സപ്ലിമെൻ്റ് എടുക്കുമല്ലോ. നമ്മൾ വൈറ്റമിൻസും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യും സപ്ലിമെൻ്റായിട്ട്. ഇപ്പോൾ നമുക്ക് എല്ലാം കിട്ടുന്നുണ്ട്, എല്ലാം നമ്മൾ എടുക്കാറുണ്ട്, വൈറ്റമിൻസ് എടുക്കാറുണ്ട്. അപ്പോൾ അതുപോലെ നമുക്ക് നമ്മളുടെ സ്കിൻ കെയർ ചെയ്യുക, അതിൻ്റെ കൂടെ സപ്ലിമെൻറ്റ് പോലെയാണ് നമ്മളിതുപോലെ ഹോം കെയർ ചെയ്യുന്നത്. അപ്പോൾ സ്കിൻ കെയർ ഇല്ലാതെ ഹോം കെയർ മാത്രമായിട്ട് ചെയ്യണമെന്ന് ചെയ്തിട്ട് അതിൽ മാത്രം നമുക്ക് റിസൾട്ട് കാണുമെന്ന് വെച്ചാൽ കാണത്തില്ല. 100% ഞാൻ പറഞ്ഞാൽ കാണില്ല. നമുക്ക് ആ ഒരു സമയത്തേക്ക് ഒരു ഗ്ലോ കിട്ടുമെങ്കിലും നമുക്ക് പ്രോപ്പർ സ്കിൻ കെയർ ഇല്ലെങ്കിൽ അത് നമുക്ക് ഒരിക്കലും ലാസ്റ്റ് ചെയ്യില്ല. സ്കിൻ കെയർ എന്ന് പറയുന്നത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. നമ്മളുടെ സ്കിന്ന് നമ്മൾ പറയാറുണ്ട്, ഏത് വയസ്സിലും നമുക്ക് എല്ലാവർക്കും ആഗ്രഹമാണ് എങ്ങായിട്ടിരിക്കുക. എങ്ങായിട്ട് മീൻസ് എങ്ങെന്നുള്ളതല്ല, നമ്മൾക്ക് ചുളിവുകളില്ലാതെ ക്ലിയർ ആയിട്ടുള്ള ഒരു സ്കിൻ വേണമെന്ന് ആഗ്രഹിക്കാത്തതായിട്ട് ആരും തന്നെ ഇല്ല. പക്ഷേ അതിന് വേണ്ടി നമ്മൾ എന്ത് വിചാരിക്കും, 40 വയസ്സ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ 50 വയസ്സ് കഴിഞ്ഞാൽ ഏജായി, അതുകൊണ്ട് നമുക്ക് റിങ്കിൾസ് വരണം, അല്ലെങ്കിൽ പിഗ്മെൻറ്റേഷൻ വരും, ഡ്രൈ ആവും സ്കിൻ, ഇതൊക്കെയാണ് എന്നുള്ളതാണ്. ഒരിക്കലും ഇല്ല. നമ്മൾ ഒരു പ്രോപ്പർ സ്കിൻ കെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും സംഭവിക്കില്ല. ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. നമുക്കിപ്പോൾ സെലിബ്രിറ്റീസിൻ്റെ അടുത്ത് നോക്കാം. ഒരു 60 ഇയേഴ്സിൽ ഇപ്പോൾ നദിയ മൈദു എല്ലാവർക്കും അറിയാവുന്ന ഒരു സെലിബ്രിറ്റിയാണ്. സോ അവർക്ക് 60 വയസ്സായി. അതേ 60 വയസ്സിൽ നമ്മുടെ വീട്ടിലുള്ള ആരെങ്കിലും ഒന്ന് എടുത്ത് നോക്കൂ, എന്താണ് ഇവിടെ കാണുന്ന വ്യത്യാസം? അവർ പ്രോപ്പർ സ്കിൻ കെയറും പ്രോപ്പർ ഡയറ്റും ഫോളോ ചെയ്യുന്നത് കൊണ്ട് ആ സ്കിന്നിന് എത്ര വയസ്സിലും നമുക്ക് വയസ്സാവത്തില്ല. അപ്പോഴും നമുക്കത് എങ്ങായിട്ട് ഇരിക്കാൻ പറ്റും. അതേസമയം ഇവിടെ നമ്മൾ പ്രോപ്പർ ഡയറ്റ് ഇല്ല, പ്രോപ്പറായിട്ടുള്ള ഒരു സ്കിൻ കെയർ ഒന്നും തന്നെ ഇല്ലാത്തത് കൊണ്ട് എന്ത് സംഭവിച്ചു, നമ്മൾ ഭയങ്കരമായിട്ട് ഏജായിട്ടിരിക്കുന്നു. ഇതാണ് അതിൻ്റെ വ്യത്യാസം. അപ്പോൾ നമ്മളുടെ മുമ്പിൽ തന്നെ ഒരുപാട് പേരിൽ നമുക്ക് അറിയാൻ പറ്റും അല്ലേ, ഒരുപാട് സെലിബ്രിറ്റീസ് നമുക്കറിയാം 60-70 വയസ്സിലും അവരെ കണ്ടു കഴിഞ്ഞാൽ ഒരു 40-45
നമുക്ക് തോന്നാറുള്ളൂ. ഫോർ എക്സാമ്പിൾ നമുക്ക് നമ്മളുടെ മഞ്ജു ചേച്ചി എടുക്കാം. അപ്പോൾ ഏകദേശം ഒരു 48 സംതിങ്, എനിക്ക് ഏകദേശം അറിയില്ല, എന്നാലും ഒരു 50 അടുത്തായി. അപ്പോൾ അവരുടെ ആ ഒരു ഏജിനനുസരിച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ ഓരോരുത്തരും വീട്ടിലിരിക്കുന്നത് ആലോചിച്ച് നോക്കുക. അവിടെ ഒന്നും സംഭവിക്കുന്നില്ല. അവർക്ക് കറക്റ്റ് ഗൈഡ് ചെയ്ത് കൊടുക്കാൻ ആളുണ്ട്. കറക്റ്റായിട്ട് അവരുടെ സ്കിന്നിനെ മനസ്സിലാക്കിക്കൊണ്ട് സ്കിൻ കെയർ അവർ ഫോളോ ചെയ്യുന്നു. അവരിനി 70 വയസ്സായാലും അവരുടെ സ്കിന്നിന് ഒരു പ്രോബ്ലം ഉണ്ടാവില്ല. അപ്പോൾ അത് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. സ്കിൻ കെയർ എന്ന് പറയുന്നത് നിർബന്ധമാണ്, ആവശ്യമാണ് നമുക്ക്. അല്ലാതെ സ്കിന്നിന് ഒരു സോപ്പിട്ട് കഴുകലും ഒരു ക്രീം അപ്ലൈ ചെയ്യലും ഇതൊന്നും അല്ല. മിക്ക ആൾക്കാർ എന്തൊക്കെ ക്രീമുകളാണ് ഉപയോഗിക്കുന്നത്, എന്തൊക്കെ സിറമൊക്കെയാണ് ഉപയോഗിക്കുന്നത്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്ക് വേണ്ടത് കറക്റ്റായിട്ടുള്ളൊരു ക്ലെൻസർ വേണം, ടോണർ വേണം, മോയ്സ്ചറൈസർ ആൻഡ് സൺസ്ക്രീൻ. നമുക്ക് പ്രോപ്പർ സ്കിൻ കെയർ ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ പലവരെയും ഞാനിപ്പോൾ ഒരുപാട് പേരെ നമ്മൾ കൺസൾട്ട് ചെയ്യുന്നുണ്ട്. ഓരോരുത്തരുടെയും സ്കിൻ കാണുമ്പോഴും അല്ലെങ്കിൽ അവരുടെ പ്രശ്നം മനസ്സിലാക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല, ഇത്രയേ ഉള്ളൂ. അറിയാത്തത് കൊണ്ടാണ് പലവരും ആകെ ചെയ്യുന്നത് എന്താ വെച്ചാൽ, ഒരുപാട് പ്രശ്നങ്ങൾ വരുമ്പോൾ പോയിട്ട് ഡോക്ടറെ പോയി കണ്ടിട്ട് കുറച്ച് സൺസ്ക്രീനും എന്തെങ്കിലും മോയ്സ്ചറൈസറും വാങ്ങിച്ച് അപ്ലൈ ചെയ്യുന്ന ആൾക്കാർ, അതും കുറച്ച് ദിവസം ചെയ്യുക, അവിടെ ഇട്ടും റിസൾട്ട് ഇല്ല, അത്രയേ ഉള്ളൂ. പക്ഷേ ഇതാണോ വേണ്ടത് എന്ന് ചിന്തിച്ച് നോക്കുക. നിങ്ങൾക്ക് വേണ്ടത്, നിങ്ങൾക്ക് എന്താണ് ക്ലെൻസർ എന്നറിയണം, എന്ത് ഇട്ടിട്ടാണ് വാഷ് ചെയ്യേണ്ടതെന്ന് അറിയണം, എന്താണ് ഏത് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യണമെന്ന് അറിയണം, അത് കറക്റ്റായിട്ട് ചെയ്യണം, എത്ര ക്വാണ്ടിറ്റി എടുക്കണം, എങ്ങനെ ചെയ്യണം എന്നൊക്കെ അറിയണം അല്ലേ. അപ്പോൾ ഒരു സ്കിൻ കെയർ ഇല്ലാതെ നമ്മൾ എന്ത് ചെയ്തിട്ട് കാര്യമില്ല എന്നുള്ളത് ഞാൻ പറയണത്. നിങ്ങൾക്ക് കറക്റ്റായിട്ടൊരു സ്കിൻ കെയറോ കാര്യങ്ങളോ ഒന്നും തന്നെ അറിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ ഗൈഡ് ചെയ്യുന്നുണ്ട്, ചെയ്യാവുന്നതാണ്. കാരണം ഞാനിപ്പോൾ ഒരുപാട് പേരെ ഗൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സ്കിൻ കെയർ എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നിങ്ങളുടെ സ്കിന്നിൽ ഇപ്പോൾ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ശരി, അതെല്ലാം നമുക്ക് ക്ലിയർ ചെയ്തുകൊണ്ട് ഒരു ക്ലിയർ സ്കിൻ കൊണ്ടുവരാനായിട്ട് പറ്റും. ഞാൻ ഒരുപാട് വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്യുകയാണ്. അപ്പോൾ 3 മാസത്തെ പേഴ്സണൽ ഗൈഡൻസ് ആണ് നമുക്ക് വരുന്നത്. അതിനുശേഷം നിങ്ങൾക്ക് എൻ്റെ ഗൈഡൻസിൻ്റെ ആവശ്യമില്ല. കാരണം പിന്നെ നിങ്ങൾ ചെയ്തോളും. നിങ്ങളുടെ സ്കിൻ നോക്കി, നിങ്ങളുടെ പ്രശ്നങ്ങൾ നോക്കി അത് ക്ലിയർ ചെയ്തുകൊണ്ട് കറക്റ്റായിട്ട് പ്രൊഡക്റ്റ് കാര്യങ്ങൾ, നിങ്ങളുടെ സ്കിന്നിന് എന്താണെന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് കറക്റ്റായിട്ടുള്ള പ്രൊഡക്റ്റ് എല്ലാം പറഞ്ഞു തന്ന് നിങ്ങളുടെ കൂടെ സപ്പോർട്ട് ചെയ്ത് 3 മാസം ഉണ്ടാവും. നിങ്ങളുടെ സ്കിന്നിൽ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും ക്ലിയർ ചെയ്യാം കേട്ടോ. എത്ര ഡോക്ടറെ അടുത്ത് പോയിട്ടും ശരിയായിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് നമ്മളുടെ അടുത്ത് വരുന്നുണ്ട്. ഒരുപാട് വരുന്നവർക്ക് എല്ലാവർക്കും തന്നെ അത്രയും 100% റിസൾട്ടാണ്. കാരണം ഇവിടെ നമ്മൾ ചെയ്യുന്നത് കെമിക്കലോ മാജിക്കോ പെട്ടെന്ന് വെളുക്കാനുള്ള ക്രീമുകളോ ഒന്നും തന്നെ ഞാൻ ചെയ്യത്തില്ല. ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്കിൻ കെയർ ആണ്. അത് ലൈഫ് ടൈമിലേക്ക് നമുക്ക് റിസൾട്ട് കിട്ടുന്ന ഒരു സ്കിൻ കെയർ റൊട്ടീനാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ പ്രൊഡക്റ്റും കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞുതരും. കംപ്ലീറ്റ് ആയിട്ട് ഓൺലൈൻ വഴിയാണ് നമ്മൾ ചെയ്യുന്നത്, വീഡിയോ കോൾ വഴിയായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് നമ്മുടെ വാട്സപ്പ് നമ്പർ കമൻറ്റ് ബോക്സിലുണ്ട് കേട്ടോ, അതിൽ മെസ്സേജ് ചെയ്തുകൊണ്ട് ജോയിൻ ചെയ്യാവുന്നതാണ്. 5000 റുപ്പീസ് എനിക്ക് 3 മാസത്തേക്ക് ഫീസ് ഉണ്ട്. അപ്പോൾ അത് അറിഞ്ഞില്ല എന്ന് പറയരുത്. അപ്പോൾ അത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ജോയിൻ ചെയ്യാം. അപ്പം ഞാനിപ്പോൾ നമ്മളുടെ ഫേഷ്യലിൻ്റെ കാര്യം തീർന്നിട്ടില്ല, അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ നമ്മളിവിടെ ക്ലെൻസ് ചെയ്തു, സ്ക്രബ് യൂസ് ചെയ്തു. ദെൻ അടുത്തത് നമ്മൾ ചെയ്യാനുള്ളത് നമ്മളുടെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാജിക് പാക്കാണിത്. ഈ പാക്കിലാണ് നമുക്ക് അത്രയും റിസൾട്ട് വരുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഓറഞ്ച് പീൽ പൗഡർ എടുക്കുക, ഒരു സ്പൂൺ ഓറഞ്ച് പീൽ പൗഡർ എടുക്കുക. അതിൻ്റെ കൂടെ ഒരു സ്പൂൺ നമ്മളുടെ സാൻഡൽവുഡ് പൗഡർ എടുക്കുക. ചന്ദനപ്പൊടി നമുക്ക് മാർക്കറ്റിലെല്ലാം ഇപ്പോൾ അവൈലബിൾ ആണ് കേട്ടോ. ഇനിയിപ്പോൾ അഥവാ സാൻഡൽവുഡ് പൗഡർ കിട്ടിയില്ലെങ്കിൽ നമുക്ക് കടലമാവോ അങ്ങനെ എടുക്കാവുന്നതാണ്. അതുകൊണ്ടൊരു പ്രശ്നമൊന്നുമില്ല, വിഷമമൊന്നും വിചാരിക്കരുത്. ഓറഞ്ച് പീൽ പൗഡർ എല്ലാ ആയുർവേദിക് ഷോപ്പുകളിലും എല്ലാവിടെയും കിട്ടുക. അല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ വൃത്തിയുള്ളവിടെ വെച്ച് പൊടിച്ചെടുക്കാവുന്നതാണ്. ഓറഞ്ച് പീൽ പൗഡർ എടുക്കുക, ഒരു സ്പൂൺ എടുക്കുക. അതിലേക്ക് ഒരു സ്പൂൺ നമ്മൾ സാൻഡൽവുഡ് പൗഡർ എടുക്കുക. അത് അതിൻ്റെ കൂടെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കടലമാവ് ഇല്ലയെന്നുണ്ടെങ്കിൽ മാത്രം എടുക്കുക കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ഇത് മാത്രം മതി. സാൻഡൽവുഡ് പൗഡർ കിട്ടുവാണെങ്കിൽ അതെടുക്കുക, അല്ലെങ്കിൽ കടലമാവ് എടുത്താലും കുഴപ്പമില്ല. ബേസൻ പൗഡർ പ്ലസ് നമുക്ക് അതിൻ്റെ കൂടെ കുറച്ച് തൈര് ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് നല്ല രീതിയിൽ മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്ത് ഒരു 80% ഡ്രൈ ആകുമ്പോൾ നമുക്കിത് വാഷ് ചെയ്ത് കളയാവുന്നതാണ്. അതിനുശേഷം നമുക്ക് ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഈ രീതിയിലായിരിക്കണം നമ്മളുടെ ഈ ഒരു ഫേഷ്യൽ ട്രീറ്റ്മെൻറ്റ് വരേണ്ടത്. ഇത് ആഴ്ചയിൽ ഒരു ദിവസം ചെയ്യുക. സ്റ്റീം നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം ചെയ്യുക. അല്ല പാക്കായിട്ട് മാത്രം ഇടുവാണെങ്കിൽ നമുക്ക് ആഴ്ചയിൽ 2 ദിവസം നമുക്കിത് ചെയ്യാവുന്നതാണ്. നമുക്ക് ഈ ഒരു ചൂട് സമയത്തേക്ക് സൂപ്പർബായിട്ടുള്ള റിസൾട്ടായിരിക്കും. ഇതെന്തായാലും ചെയ്ത് നോക്കിയിട്ട് എനിക്കിതിൻ്റെ റിസൾട്ട് അറിയിക്കണം. അപ്പോൾ ഓക്കെ, അപ്പോൾ മനസ്സിലായല്ലോ. ലാസ്റ്റത്തെ പാക്ക് ഞാൻ എന്താ പറഞ്ഞത്,
ഓറഞ്ച് പീൽ പൗഡറും സാൻഡൽവുഡ് പൗഡറും കേടും ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് അപ്ലൈ ചെയ്താൽ മതി. ഭയങ്കര റിസൾട്ടായിരിക്കും കേട്ടോ. അതിനുശേഷം മോയ്സ്ചറൈസർ നിർബന്ധമായിട്ടും അപ്ലൈ ചെയ്ത് കൊടുക്കണം. അതിൻ്റെ കൂടെ സ്കിൻ കെയർ മസ്റ്റാണ്. സ്കിൻ കെയർ ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. സ്കിൻ കെയർ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ വാട്സപ്പ് നമ്പർ കമൻറ്റ് ബോക്സിലുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം തന്നെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ, താങ്ക് യു.